ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ ഒരു അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ. ഞാൻ കണ്ടതിൽ വെച്ചിട്ടില്ലേ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള സാധനം ഇതാട്ടോ. നല്ല ഭംഗി അത് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു 3 ബോട്ടിൽ വെച്ചിട്ട് ഒരു വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കാം. ഈ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്കൊരു കൺഫ്യൂഷനായി, ക്യാൻഡിലിനാണോ കളർ കൊടുക്കേണ്ടത് വാട്ടറിനാണോ കളർ കൊടുക്കേണ്ടത് എന്നുള്ളത്. ബട്ട് ക്യാൻഡിലിന് കളർ കൊടുത്താലായിരുന്നു അടിയിൽ വാട്ടർ എന്നുള്ള കാര്യം മനസ്സിലാവുക. ബട്ട് ഇതും കുഴപ്പമൊന്നുമില്ല, രസമുണ്ടായിരുന്നു. കുറച്ച് കാലം ഇതൊരു ട്രെൻഡിലുള്ള സാധനമായതുകൊണ്ട് പ്രൊസീജിയറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളം ഒഴിക്കുന്നു, അതിൻ്റെ പുറത്ത് വാക്സ് ഉരുക്കി ഒഴിക്കുക, അത്രേ ഉള്ളൂ. ഈ ഇല്ലേ ഉരുക്കി ഒഴിക്കുന്നത് ഒരു വലിയ പരിപാടിയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. ആ ഒരു ബോട്ടിൽ ഒഴികെ അതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ സ്ഥലത്തും ആ മെഴുക് വീണിട്ടുണ്ടായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുള്ള ആ പാത്രത്തിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ ഒരു വ്യൂവർ കുട്ടി അവരുടെ പേര് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിയ എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ ഹായ് ലിയ. ഇനിയില്ലേ വൈകുന്നേരം ആവാൻ വേണ്ടി ഒരു കാത്തിരിപ്പായിരുന്നു. ഇത് കത്തിക്കണമല്ലോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണുള്ളത്. എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല പോപ്പിൻസ് മിഠായിയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കും.